ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും, ക്ഷമയോടെ ഇരിക്കെ അതിൻ്റെതായ സമയത്ത് കാര്യങ്ങളൊക്കെയും മുൻപിലെത്തും എന്നുള്ളത്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സമയത്ത് നടക്കും. അതായത് എനിക്ക് ഹയറായിട്ടുള്ളത്, എനിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള സമയത്ത് നടക്കും, അല്ലാത്തത് എനിക്ക് കിട്ടില്ല. ഇതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി വരുന്ന കുറച്ച് മെസ്സേജുകളിലൂടെയാണ് ഈ ക്ഷമ എന്നുള്ളത് ഒരു പോയ്സൺ പോലെയും കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അവനവനെ കൊല്ലുന്ന പോയ്സൺ. അതായത് ഞാൻ ക്ഷമയോടെ നിൽക്കുന്നുണ്ടായിന, പക്ഷെ ഒന്നിലും ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റവും കൊണ്ടുവരാതെ ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഒരുപാട് മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്ഷമയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ക്ഷമയോട് കൂടി ഇരിക്കുകയാണ്, പക്ഷെ ഒന്നിലും ഒരു മാറ്റവും ഇല്ല. നമ്മളായിട്ട് ആക്ഷൻ എടുക്കാതെ, ഒന്നിലും ഒരു സ്റ്റെപ്പും വെക്കാതെ ക്ഷമയോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന ക്രോക്കഡൈലിനെ പോലെ, ഇതിലെ മുതലേ പോലെ ആ ഒരു ഒച്ച് ആ വായിലേക്ക് എത്തുന്നതും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ തുറന്നിരിക്കുകയുള്ളൂ. ആ ഒച്ച് എഴഞ്ഞെഴഞ്ഞ് വായിലേക്ക് എത്തുമ്പോഴേക്ക് ക്രോക്കഡൈൽ വയസ്സാവും, ടയേർഡാവും, അവസാനം എല്ലും തോലും ആവും, അല്ലെങ്കിൽ അതിൻ്റെ അസ്ഥികൂടം മാത്രമായിട്ട് ബാക്കിയാവും. ശരിയായ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ എടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു കാര്യം വേണം, നമ്മുടെ സിറ്റുവേഷനിൽ മാറ്റം വേണം എന്നാണെങ്കിൽ ആ സിറ്റുവേഷനിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. അതിൽ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും അതിൽ എന്തൊക്കെ 100% എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടാണ് ക്ഷമയോട് കൂടി ഇരിക്കേണ്ടത്. അല്ലാതെ ഒന്നും ചെയ്യാതെ ആ അവസ്ഥക്ക് മാറ്റം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥവും ഇല്ല. കുട്ടികളുടെ ശീലത്തിൽ, നിങ്ങളുടെ പാർട്ട്ണറുടെ എന്തെങ്കിലും കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏത് ഏരിയയിലും എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ അതിൽ നമ്മുടേതായിട്ടുള്ള ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ. അതിൽ ആക്ഷൻ എടുക്കാതെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിലുള്ള അവസാനത്തെ പിക്ചർ പോലെ ആയിട്ട് മാറും. ആ റിസൾട്ട് വായിൽ എത്തുന്നതിന് മുൻപ് എന്തായി മാറും? നമ്മളുടെ അവസ്ഥയാണ് അവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോട് കൂടി ഇരിക്കുന്നത് ശരിക്കും ബുദ്ധിപരമായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടാണോ ക്ഷമിച്ചിരിക്കുന്നത്?